പുതുക്കാട് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പുതുക്കാട് പോലീസ് കേസെടുത്തു. പുളിക്കൽ ആനന്ദകൃഷ്ണ, അമ്മ ബിന്ദു എന്നിവരുടെ പേരിൽ പുതുക്കാട് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കൂടുതൽ തട്ടിപ്പ് നടന്നതായി സൂചന. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടന്ന ഇടപാടുകൾ പോലീസ് പരിശോധിക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. തീരദേശ ഹൈവേയിൽ ആശങ്കയൊഴിയാതെ തീരമേഖല. ജില്ലയിൽ ഹൈവേ കടന്നുപോകുന്നത് 17 തീരദേശ വില്ലേജുകളിലായി 61 കിലോമീറ്റർ നീളത്തിൽ. സംസ്ഥാനത്തെ മതവിഭാഗങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മൂവാറ്റുപുഴ സംഭവത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ഭംഗം വരുന്ന സംഭവങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒഴിവാക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു. ഒറ്റപ്പെട്ട ചില ദുരനുഭവങ്ങളിൽ പോലീസിനെ നെഗറ്റീവായി വിലയിരുത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി. KSRTCയുടെ പുതിയ പരിഷ്കാരം ചാലക്കുടി ഡിപ്പോയെ ആശ്രയിക്കുന്ന യാത്രക്കാരെ വലയ്ക്കുന്നു. ദീർഘദൂര ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന സർവീസിലെ മാറ്റമാണ് യാത്രക്കാർക്ക് ദുരിതമായത്. കിഴപ്പിലിക്കരയിൽ ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് യുവാക്കളെ വീട് കയറി ആക്രമിച്ചു. ഇരുമ്പുവടി കൊണ്ടടിയേറ്റ് യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ലഹരി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കിഴപ്പിള്ളിക്കര സ്വദേശി അനന്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുതുക്കാട് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പുതുക്കാട് പോലീസ് കേസെടുത്തു. വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം വീട്ടുകാർ വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു. ഇതിനുശേഷം യുവാവ് ബന്ധമൊഴിയുവാൻ നിരന്തരം നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് യുവതിയുടെ വീട്ടുകാർ പുതുക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പുതുക്കാട് വടക്കേത്തറവ് പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ അനഘയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 1.5 മാസം മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അനഘ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അനഘയെ രജിസ്റ്റർ വിവാഹം ചെയ്ത സമീപവാസിയായ പുളിക്കൽ ആനന്ദകൃഷ്ണ, അമ്മ ബിന്ദു എന്നിവരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു. യുവതിയുടെ മരണത്തോടെ കൂടുതൽ സാധ്യമായ എല്ലാ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തുമെന്നും പുതുക്കാട് SHO വി സജീഷ് കുമാർ പറഞ്ഞു. എന്നാൽ പഴയ FIRൽ വിവാഹ നിശ്ചയത്തിൽ നിന്ന് അനഘ പിന്മാറിയതിലുള്ള വിരോധത്താൽ ആനന്ദ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നുമാണ് പറയുന്നത്. അനഘ മരിക്കുകയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തതോടെയാണ് വീട്ടുകാർ കൂടുതൽ ആരോപണങ്ങളുമായി പോലീസിൽ പരാതി നൽകിയത്. വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കൂടുതൽ തട്ടിപ്പ് നടന്നതായി സൂചന. 5 വർഷങ്ങളിൽ നടന്ന ഇടപാടുകൾ പോലീസ് പരിശോധിക്കും. മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡ് കമ്പനിയുടെ അക്കൌണ്ടിൽ നിന്ന് 20 കോടി രൂപ ജീവനക്കാരി തട്ടിയെടുത്തതായി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ കൊല്ലം സ്വദേശി ധന്യ മോഹൻ റിമാൻഡിലാണ്. തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുവാനുണ്ടെന്ന സൂചനയെ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഡിജിറ്റൽ ലോൺ അക്കൌണ്ടുകളിൽ ധന്യ നടത്തിയ ഇടപാടുകളെല്ലാം പരിശോധിക്കും. ഭർത്താവിന്റെ NRI അക്കൌണ്ട് ഉപയോഗിച്ച് കുഴൽപ്പണം ഇടപാടിന് പണം കൈമാറിയിട്ടുണ്ടോ എന്നും അന്വേഷണം നടത്തും. അതേസമയം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. തീരദേശ ഹൈവേയിൽ ആശങ്കയൊഴിയാതെ തീരമേഖല. 621 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈവേയാണ് സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ 17 തീരദേശ വില്ലേജുകളിലായി 61 കിലോമീറ്റർ നീളത്തിലാണ് ഹൈവേ കടന്നുപോകുന്നത്. ജില്ലയിൽ ഹൈവേയുടെ കല്ലിടൽ പൂർത്തിയായിട്ടുണ്ട്. അഴീക്കോട് നിന്ന് ആരംഭിച്ച് പൊന്നാനി താലൂക്കിലെ പെരുമ്പടപ്പ് അയിരൂർ വരെയാണ് ജില്ലയിൽ ഹൈവേയുടെ ദൈർഘ്യം. 14 മീറ്റർ വീതിയിലാണ് ഹൈവേ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതേസമയം ഹൈവേ വരുന്നത് സംബന്ധിച്ച് തീരദേശവാസികളുടെ ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല. വ്യാപകമായി കുടിയൊഴിപ്പിക്കുമെന്ന ഭീതി തീരവാസികളിലുണ്ട്. തീരദേശ ഹൈവേ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിരുന്നു. വിശദമായ പദ്ധതി രേഖയോ സാമൂഹികാഘാത പഠനമോ നടന്നിട്ടില്ല. ഭൂവുടമകൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക കുറവാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. തീരദേശ ഹൈവേ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന നിലപാടിലാണ് സർക്കാർ. ഹൈവേ വരുന്നതോടെ ബീച്ച് ടൂറിസത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. പാതയിൽ സൈക്കിൾ ട്രാക്ക്, വൈദ്യുതി വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവ ഉണ്ടാകും. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിന് വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു. TCV തൃശൂർ. സംസ്ഥാനത്തെ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂവാറ്റുപുഴയിലുണ്ടായ സംഭവത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം. പ്രകോപനം ഉണ്ടാക്കുന്നവനെ സംരക്ഷിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കുവാൻ ശ്രമിച്ചാൽ BJP സംരക്ഷണമൊരുക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഭീഷണിയാണ്. അതാണ് മൂവാറ്റുപുഴയിൽ നമ്മൾ കണ്ടത്.
വളരെ പ്രകോപനപരമായ നിലപാടുമായി ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചില കച്ചവട സ്ഥാപനങ്ങളിലും എല്ലാം ഇത് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില റാഡിക്കൽ എലിമെന്റ്സ് ആണ്, ചില മത തീവ്രവാദ ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലുള്ളത്. നേരത്തെയും അവർ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൈവെട്ട് കേസ് പോലുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ലഭിക്കുമോ? എത്രയോ മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ പ്രാർത്ഥന നടത്താനുള്ള അവസരമുണ്ടോ? എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത്? KSUക്കാരും SFIക്കാരും കോൺഗ്രസ്സുകാരും CPMകാരും കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവരുടെ ജാതിയും മതവും നോക്കി അവിടെ പ്രത്യേകം ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് കേരളത്തിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണോ? അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? മുസ്ലിം മാനേജ്മെൻറ്റുകൾ മറ്റ് മതസ്ഥരെ അതിന് അനുവദിക്കുമോ? നമ്മളുടേത് ഒരു മതനിരപേക്ഷ സമൂഹമാണെന്നാണല്ലോ പറയുന്നത്. ഏതാണ്ട് 95% മുസ്ലിം ദേവാലയങ്ങളിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല, പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസിനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നത്. ഇത് തീവ്ര ചിന്താഗതിക്കാരാണ്. ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും UDFും എടുക്കുന്നത്. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ഭംഗം വരുന്ന സംഭവങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒഴിവാക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒറ്റപ്പെട്ട ചില ദുരനുഭവങ്ങളിൽ പോലീസിനെ നെഗറ്റീവായി വിലയിരുത്തുന്നുണ്ട്. ഇത് ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിന് വലിയ ജോലി ഭാരമുണ്ടെന്ന പരാതി നിലനിൽക്കുന്നതായി മന്ത്രി കൂട്ടിച്ചേർത്തു. KPA തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് KC ഗിരീഷ് അധ്യക്ഷനായിരുന്നു. കമ്മീഷണർ R ഇളങ്കോ, കവി ശ്രീജിത്ത് അരിയല്ലൂർ, ACP CR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പെട്ട നിലയിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളെ മുൻനിർത്തി പോലീസ് സേനയെ നെഗറ്റീവായി വിലയിരുത്താൻ ഇടയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിഷ്കർഷയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ പോലീസ് സേന അംഗങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. സമൂഹം നൽകുന്ന പരിഗണനയും അംഗീകാരവും സ്നേഹവും ആദരവും എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം പോലീസ് സേന അംഗങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്. ഗവൺമെന്റിന്റെ പ്രതിച്ഛായയ്ക്ക് അടക്കം ഭംഗം വരുത്തുന്ന രീതിയിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളും ഉണ്ടായി പോകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും നാം കണ്ടുപോകേണ്ട കാര്യമാണ്. അതേസമയം എടുത്താൽ പൊങ്ങാൻ കഴിയാത്തത്ര ജോലിഭാരം തങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നുള്ള ചില അപരാധികളും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങളെല്ലാം കേൾക്കാറുണ്ട്. KSRTCയുടെ പുതിയ പരിഷ്കാരം ചാലക്കുടി ഡിപ്പോയെ ആശ്രയിക്കുന്ന യാത്രക്കാരെ വലയ്ക്കുന്നു. ദീർഘദൂര ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന സർവീസിലെ മാറ്റമാണ് നൂറുകണക്കിന് യാത്രക്കാർക്ക് ദുരിതമായത്. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ മേൽപ്പാലം ആരംഭിക്കുന്നിടത്തും തൃശൂരിൽ നിന്നും എത്തുന്നവ കോടതി ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഭാഗത്തുമാണ് നിർത്തുന്നത്. ഇതോടെ ദീർഘദൂര ബസ്സുകളിൽ ചാലക്കുടിയിൽ നിന്നും കയറുന്നവരുടെ അവസ്ഥ ചോദ്യചിഹ്നമായി മാറി. ജില്ലയിൽ തൃശൂർ കഴിഞ്ഞാൽ ഏറ്റവും ജനത്തിരക്കുള്ളതും വരുമാനവുമുള്ള KSRTC ഡിപ്പോയാണ് ചാലക്കുടിയിലേത്. ദീർഘദൂരമടക്കം എല്ലാ ബസ്സുകളിലും കയറുവാൻ ചാലക്കുടിയിൽ നിന്നും യാത്രക്കാരുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. LS1, LS2 എന്നിങ്ങനെ ബസ്സുകളെ തരംതിരിച്ചാണ് മാനേജ്മെന്റിന്റെ പുതിയ പരിഷ്കാരം. ഇതിൽ ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടുന്നത് LS2വിലാണ്. ഇത്തരം ബസ്സുകളാണ് ചാലക്കുടി അടക്കമുള്ള ഡിപ്പോയിൽ കയറേണ്ട എന്ന തീരുമാനം വന്നിട്ടുള്ളത്. ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് കിഴുപ്പള്ളിക്കരയിൽ യുവാക്കളെ വീട് കയറി ആക്രമിച്ചു. കിഴുപ്പള്ളിക്കര സ്വദേശികളായ പൊറ്റേക്കാട്ട് വീട്ടിൽ ഹരികൃഷ്ണൻ, നടുത്തുള്ളൻ വീട്ടിൽ മിഥുൻ എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. നിരവധി ലഹരി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കിഴുപ്പള്ളിക്കര ഏങ്ങാണ്ടി ബാവോ എന്ന അനന്തുവാണ് ആക്രമണം നടത്തിയത്. നാരായണംകുളങ്ങര ക്ഷേത്രത്തിന് പരിസരത്ത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി പൊറ്റേക്കാട്ട് ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയ പ്രതി മകനെ അന്വേഷിച്ചു. തുടർന്ന് വീട്ടുകാർ അസഭ്യം പറഞ്ഞും വെല്ലുവിളിച്ചും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ സമയം വീട്ടിലെത്തിയ ഹരികൃഷ്ണനെയും സുഹൃത്ത് മിഥുനെയും പ്രതി കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പുവടി കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കാലിലും മുഖത്തും അടിയേറ്റ ഇവരെ വലപ്പാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അല്പസമയത്തിന് ശേഷം പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമായി ബൈക്കിലെത്തിയ പ്രതി വടിവാൾ വീശി സമീപത്തെ വീടുകളിലും
പൊതുവഴിയിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അന്തിക്കാട് SI അരിസ്റ്റോട്ടിലിന്റെ നേതൃത്വത്തിൽ പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടി മനു ഭാക്കർ ചരിത്രമെഴുതി. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിലിന് തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുപോകും. കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരച്ചിൽ തുടരുവാനുള്ള തീരുമാനം. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് എത്തിക്കുന്ന യന്ത്രം പുഴയിലിറക്കുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കും. ഇതിനുശേഷമായിരിക്കും താൽക്കാലികമായി നിർത്തിയ തെരച്ചിൽ പുനരാരംഭിക്കുക. അതേസമയം തെരച്ചിൽ നിർത്തരുതെന്നും തടസ്സങ്ങളുണ്ടെങ്കിൽ കൂടുതൽ സാങ്കേതിക സഹായങ്ങൾ എത്തിക്കണമെന്നും അർജുന്റെ സഹോദരി അഞ്ജു ആവശ്യപ്പെട്ടു. ചാമക്കാലയിൽ കണ്ണിൽ മുളകുപൊടി വിതറി വയോധികയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കാല രാജീവ് റോഡ് സ്വദേശി തലാശ്ശേരി വീട്ടിൽ സുബിതയെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് അയൽവാസിയായ കുച്ചിക്കാട്ട് വീട്ടിൽ സത്യഭാമയുടെ മാല പൊട്ടിച്ചെടുത്തത്. വീട്ടുമുറ്റത്ത് വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരുന്ന സത്യഭാമയുടെ പുറകിലെത്തിയ സുബിത മാല പൊട്ടിച്ചെടുത്തതിനു ശേഷം കണ്ണിൽ മുളകുപൊടി വിതറി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയായിരുന്നു. ആളെ തിരിച്ചറിഞ്ഞ വീട്ടമ്മ ഒച്ചവെച്ചതോടെ യുവതി മാല ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുള്ളൂർക്കര പഞ്ചായത്ത് 11ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDFന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വണ്ടിപ്പറമ്പിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം V രഘു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവ്യർ ചിറ്റലപ്പള്ളി MLA, KV നഫീസ, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, CPI ജില്ലാ കൌൺസിൽ അംഗം അരുൺ കാളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തെ ഏതായാലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലെല്ലാമായി ഈ 30-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃശൂർ ജില്ലയിൽ മാത്രമായിട്ട് മുള്ളൂർക്കര പഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ MP കുഞ്ഞുകോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA അനിൽ അക്കര, സ്ഥാനാർത്ഥി NS വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സംശയവും വേണ്ട. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന കാര്യം നിയമസഭയിൽ ഞങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നിയമസഭയിൽ മാത്രമല്ല അകത്തും പുറത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി മുഴുവനായി അതിൻ്റെ സംഘടനാ ശേഷി മുഴുവൻ, അതിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി മുഴുവൻ ഈ ഒരു അഴിമതിക്കാരനായ നേതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മതിലകം കോളിമുട്ടത്ത് കനത്ത കാറ്റിൽ നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. പ്രാണിയാട് പള്ളിക്ക് സമീപം ചേന്നമംഗലത്ത് അബ്ദുള്ളക്കുട്ടിയുടെ വീടിനോട് ചേർന്ന അടുക്കളപ്പുരയ്ക്ക് മുകളിൽ മരം വീണു. പ്രദേശത്തെ 2 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ലോകം മുഴുവൻ പാരീസിലെ ഒളിമ്പിക്സിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്ത് ഒരേ ഗെയിമിൽ വിജയകുതിപ്പ് നടത്തുന്ന സഹോദരങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. റെസ്ലിംഗ് താരങ്ങളായ റൈസുദ്ദീൻ, റനീസ എന്നിവരാണ് ആ സഹോദരങ്ങൾ. ഭാവിയിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കണം എന്നതാണ് ഈ കായിക പ്രതിഭകളുടെ അഭിലാഷം. ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ, ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വെള്ളിയും വെങ്കലവും. ഇങ്ങനെ പോകുന്നു റെസ്ലിംഗ് താരങ്ങളായ റയീസുദ്ദീൻ, റനീസ സഹോദരങ്ങളുടെ നേട്ടങ്ങൾ. കടങ്ങോട് പഞ്ചായത്തിലെ ആദൂർ ഗ്രാമത്തിൽ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങളുടെയും നൌഷിജയുടെയും മക്കളാണ് 21-കാരനായ റയീസുദ്ദീനും 19-കാരിയായ റനീസയും. രണ്ടുപേരും റെസ്ലിംഗ്, ജൂഡോ ചാമ്പ്യന്മാർ. റയീസുദ്ദീൻ ആലുവ മാറമ്പിള്ളി MES കോളേജിലെ വിദ്യാർത്ഥിയാണ്. ആദൂർ മഹാത്മാ LP സ്കൂളിൽ നിന്നാണ് കായിക രംഗത്തേക്ക് വന്നത്.
എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയുടെ ക്യാമ്പിൽ ഫുട്ബോൾ പരിശീലനവും 10ൽ പഠിക്കുമ്പോൾ റെസ്ലിംഗിൽ ആകൃഷ്ടനായി അജി കടങ്ങോട്, റെജി, സ്റ്റെബിൻ എന്നിവരുടെ കീഴിൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രഗത്ഭരായ കോച്ചുകളുടെ മേൽനോട്ടത്തിൽ റെസ്ലിംഗിലും ജൂഡോയിലും പരിശീലനം തുടരുന്നു. ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ നേടിയിട്ടുണ്ട്. 2022 ഒളിമ്പിക്സ് കേരള ഗെയിംസ്, സ്റ്റേറ്റ് അമച്വർ മത്സരങ്ങൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗെയിംസ്, നേപ്പാളിൽ നടന്ന ഇന്തോ നേപ്പാൾ യൂത്ത് ഗെയിംസ് എന്നിവയിൽ സ്വർണവും, MG യൂണിവേഴ്സിറ്റി, സൗത്ത് ഇന്ത്യ ഗെയിംസ് എന്നിവയിൽ വെള്ളിയും നേടിയിട്ടുണ്ട്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം മുതൽ എനിക്കിതിൽ ഇൻട്രസ്റ്റ് വന്നു. എന്റെ വീട്ടില് സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്താൻ കാരണം. എന്റെ ഉപ്പ, ഉമ്മ, അതുപോലെ എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് വേണ്ടി നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ അനിയത്തിയുടെ കേസ് പറയുകയാണെങ്കിൽ അവൾ ഇന്നെ ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അവളും നല്ലൊരു കരിയർ ഉണ്ടാക്കി. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തൃശൂർ വിമല കോളേജിലെ BA സോഷ്യോളജി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് റെനീസ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റെനീസ റെസ്ലിംഗ് പരിശീലനം ആരംഭിച്ചത്. ഷോട്ട് പുട്ട്, ജാവലിൻ എന്നിവയിൽ ഹനീഫ മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നടത്തിയിരുന്ന റെനീസ സഹോദരന്റെ പ്രകടനത്തിൽ ആകൃഷ്ടയായാണ് റെസ്ലിംഗിലേക്ക് പ്രവേശിച്ചത്. സ്റ്റേറ്റ് അമച്വർ ഗെയിംസുകളിൽ സ്വർണവും വെള്ളിയും, സൗത്ത് ഇന്ത്യ മത്സരത്തിൽ വെള്ളി മെഡലും കരസ്ഥമാക്കി. പെൺകുട്ടിയായതിനാൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുവെന്നും ഉപ്പയുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് നേട്ടങ്ങൾക്ക് ശക്തി പകർന്നത് എന്നും റെനീസ പറയുന്നു. ഇത് ഇപ്പോഴും ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത് എന്റെ വീട്ടുകാരുടെ സപ്പോർട്ടും എന്റെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടും എന്റെ ഉപ്പാടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എല്ലാത്തിലും വിൻ ചെയ്യണത്. എന്റെ അവിടുത്തെ പോസിറ്റീവ് എനർജിയും പിന്നെ എന്റെ എല്ലാം സപ്പോർട്ടും ഉപ്പയാണ്, അതേപോലെ കോച്ച് പോലെയാണ്. പരിശീലനത്തിനും മത്സരങ്ങൾക്കും വേണ്ടിയുള്ള യാത്ര, ഭക്ഷണം, താമസം എന്നിവയ്ക്ക് വരുന്ന ചെലവുകളാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. എന്നിരുന്നാലും തങ്ങൾക്ക് പ്രിയപ്പെട്ട ഗെയിമായ റെസ്ലിംഗും ജൂഡോയും തുടർന്നു കൊണ്ടുപോകുവാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സഹോദരങ്ങളായ ഈ കായിക താരങ്ങൾ. പരിശീലനത്തിനും മത്സരങ്ങൾക്കും ഭീമമായ തുകയാണ് ചെലവ് വരുന്നത്. എന്നിരുന്നാലും രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റെസ്ലിംഗ് താരങ്ങളായ റയീസുദ്ദീനും റെനീസയും. ക്യാമറ പേഴ്സൺ സിദ്ദീഖ് കാദൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പെരിഞ്ഞനത്ത് നടത്തിയ പരിശോധനയിൽ ചാരായവുമായി ഒരാൾ പിടിയിലായി. പെരിഞ്ഞനം വെസ്റ്റ് കറുകപ്പറമ്പിൽ വീട്ടിൽ മോഹനനെയാണ് പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്ന് 3 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. തീരദേശ മേഖലയിൽ ചാരായം വിപണനം നടത്തുന്നതിനായി എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഹനൻ പിടിയിലായത്. ഇടവിലങ്ങിൽ ക്ഷീരകർഷകനെ പശു കുത്തി പരിക്കേൽപ്പിച്ചു. ഇടവിലങ്ങ് കൃഷിഭവന് സമീപം ചാലാന മോഹനനാണ് പശുവിന്റെ കുത്തേറ്റത്. പറമ്പിൽ കെട്ടിയിട്ടിരുന്ന പശുവിനെ അഴിക്കാൻ ചെന്ന മോഹനനെ പശു കുത്തിയും ചവിട്ടിയും പരിക്കേൽപ്പിക്കുകയായിരുന്നു. വയറ്റിൽ മുറിവേറ്റ മോഹനനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാല പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CB കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ലാസ് K. ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഫോറം ജില്ലാ പ്രസിഡന്റ് വിനോദ് പൂങ്കുന്നം, HRPS സംസ്ഥാന പ്രസിഡന്റ് മനീഷ് നാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ അവാർഡ് നേടിയ കുന്നംകുളം സ്റ്റേഷൻ ഓഫീസർ KU വിജയ് കൃഷ്ണനെ ആദരിച്ചു. കേരള പുലിയർ മഹാസഭ സംസ്ഥാന വാർഷിക ജനറൽ കൌൺസിൽ യോഗം തൃശൂരിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന കൌൺസിൽ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. KPMS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ CK സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ഗോപി ചെങ്ങണിയാടൻ, KPMS ജനറൽ സെക്രട്ടറി PM വിനോദ്, ട്രഷറർ G സുരേന്ദ്രൻ, രക്ഷാധികാരി KK പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. KSFE ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSFE ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കാലാവധി കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞിട്ടും ജീവനക്കാരെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു. INTUC ജില്ലാ കമ്മിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജിജോ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വിനോദ്, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ, INTUC ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ, ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PP ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AK സത്യൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ജെയ്സൺ പുല്ലാളൂർ,
സംസ്ഥാന ട്രഷറർ KT ആൻഡ്രൂസ്, സ്റ്റീഫൻ മാടവന, MV പ്രസാദ് ദാസ്, സുബൈർ സുറുമ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് മേഖലയിലെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി കനത്ത പിഴ ചുമത്തി ദ്രോഹിക്കുന്നതിനെതിരെയുള്ള നിയമ പോരാട്ടം തുടരുമെന്ന് സംഘടന വ്യക്തമാക്കി. വളരെ അപൂർവം ജില്ലകളിൽ മാത്രമേ എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്തായാലും ഇവിടെ ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു. ആമുഖമായി ലക്കിടി റെയിൽവേ ഗേറ്റ് ഓഗസ്റ്റ് 3, 4 തീയതികളിൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതിനെതിരെ പ്രതിഷേധം. കർക്കിടക ബലിതർപ്പണം നടക്കുന്ന ദിനത്തിലാണ് ഗേറ്റ് അടച്ചിടുന്നത്. പാമ്പാടി അയ്യർമഠത്തിൽ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് ഗേറ്റ് അടച്ചിടുന്നത് കുരുക്കാകും. 10,000-കണക്കിന് ആളുകൾ ബലിതർപ്പണത്തിനെത്തുന്ന ദിവസമാണ് ഗേറ്റ് അടച്ചിടുന്നത്. അറ്റകുറ്റപ്പണിക്കായി ഗേറ്റ് അടയ്ക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. ആത്മനിർഭർ ഭാരത് അഭിയാന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഭാരതീയ വിജ്ഞാനത്തിലൂടെയും ഭാരതീയ ഭാഷയിലൂടെയും സമഗ്രമായ വികസനം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടന്ന സെമിനാർ കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി, ഡോക്ടർ P കൃഷ്ണദാസ്, ഡോക്ടർ PP പ്രദീപ് കുമാർ, A വിനോദ് എന്നിവർ സംസാരിച്ചു. ചേംബർ ഓഫ് കേരള കോളേജസിന്റെയും വിദ്യാഭ്യാസ വികാസ കേന്ദ്രത്തിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കേരള കലാമണ്ഡലത്തിലെ മുൻ സൂപ്രണ്ടും കഥകളി ആചാര്യനുമായിരുന്ന കിള്ളിമംഗലം വാസുദേവ നമ്പൂതിരിപ്പാടിന്റെ എഴുത്തുകളും പ്രഭാഷണങ്ങളും അടങ്ങുന്ന ഗ്രന്ഥം അഭിജ്ഞാനം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൌലോസ്, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാറിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കുഞ്ഞു വാസുദേവ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MB നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിർമ്മല രവികുമാർ, പാഞ്ഞാൽ പഞ്ചായത്ത് അംഗം രാമദാസ് കാരാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചലച്ചിത്ര നടൻ ജയന്റെ ജന്മദിനാഘോഷം തൃശൂരിൽ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ ജയദീപം ജയൻ ഫാൻസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷ പരിപാടികൾ സംവിധായകൻ P ചന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. സുധീർ കിരാലൂർ അധ്യക്ഷത വഹിച്ചു. അശോക് മാവേലിക്കര, P കൃഷ്ണകുമാർ, ജെയിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതിയുടെ പുലിക്കളി ഓണാഘോഷം സ്വാഗത സംഘം ഓഫീസ് തൃശൂർ വെസ്റ്റ് SHO P ലാൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബ്സൺ പോൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VR ശ്രീകൃഷ്ണൻ, കൌൺസിലർമാരായ N പ്രസാദ്, മേഫി ഡെൽസൺ, സുനിത വിനു തുടങ്ങിയവർ സംസാരിച്ചു. പവർട്ടി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ സഹകരണ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 11-അംഗ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ സഹകരണ മുന്നണിയുടെ 10 പേർ വിജയിച്ചു. ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച AL കുര്യാക്കുവാണ് വിജയിച്ചത്. കോൺഗ്രസ് 2 ചേരിയായിട്ടാണ് മത്സരിച്ചിരുന്നത്. മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ നേതൃത്വം കൊടുത്ത പാനലും LDF NDA പാനലുകളും പരാജയപ്പെട്ടു. ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 37 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. കാലങ്ങളായി UDF ഭരണസമിതിയാണ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വിജയിച്ച ഐക്യജനാധിപത്യ സഹകരണ മുന്നണി സ്ഥാനാർത്ഥികൾ പാവറട്ടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ശക്തൻ തമ്പുരാന്റെ ഉൾപ്പെടെയുള്ള രാജഭരണ കാലഘട്ടമടങ്ങുന്ന ജില്ലയുടെ ചരിത്രം ചർച്ച ചെയ്ത് തൃശൂർ ലിറ്റററി ഫോറം സംഘടിപ്പിച്ച തൃശ്ശൂർപേരൂർ വൃത്താന്തം ശ്രദ്ധേയമായി. ചേരൂർ സാഹിതിയിൽ നടന്ന ചർച്ചയിൽ എഴുത്തുകാരൻ PR K ചേനം അധ്യക്ഷത വഹിച്ചു. അജിത് കുമാർ രാജ മുഖ്യപ്രഭാഷണം നടത്തി. K രഘുനാഥൻ, PM തോമസ്, മോഹൻദാസ് പാറപ്പുറത്ത്, അപർണ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയാറ്റൂർ പുരസ്കാര ജേതാവും തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റുമായ K ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കേരളയുടെ ജില്ലാ സമ്മേളനം അരിമ്പൂരിൽ നടന്നു. മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MR സുരേഷ് അധ്യക്ഷത വഹിച്ചു. മാസ് സംസ്ഥാന സെക്രട്ടറി ശശിധരൻ കാസർകോട് പതാക ഉയർത്തി. ജില്ലാ ട്രഷറർ മധു അന്തിക്കാട്, സെക്രട്ടറി TK മനോജ്, സംസ്ഥാന ട്രഷറർ റോയ് തൃശൂർ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തികളുടെ അവലോകന യോഗം AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിഫ്ബി
സ്പെഷ്യൽ തഹസീൽദാരുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണം. പ്രദേശത്തെ മാലിന്യം തള്ളൽ തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചു. കുന്നംകുളം താലൂക്ക് ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നതായി കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാട്ടാകമ്പാൽ റോഡ് നിർമ്മാണത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ നിരത്ത് വിഭാഗത്തെ ചുമതലപ്പെടുത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, വകുപ്പ് ഉദ്യോഗസ്ഥർ, കരാറുകാർ എന്നിവർ പങ്കെടുത്തു. മാള വൈന്തലയിൽ നാലമ്പല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴിയിൽ താഴ്ന്നു. ഞായറാഴ്ച രാത്രിയാണ് 2 ബസ്സുകൾ കുഴിയിൽ താഴ്ന്നത്. കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള സംഘം മൂഴിക്കുളം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3420 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പുതുക്കാട് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പുതുക്കാട് പോലീസ് കേസെടുത്തു. പുളിക്കൽ ആനന്ദകൃഷ്ണ, അമ്മ ബിന്ദു എന്നിവരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു. വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കൂടുതൽ തട്ടിപ്പ് നടന്നതായി സൂചന. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടന്ന ഇടപാടുകൾ പോലീസ് പരിശോധിക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിനായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. തീരദേശ ഹൈവേയിൽ ആശങ്കയൊഴിയാതെ തീരമേഖല. ജില്ലയിൽ ഹൈവേ കടന്നുപോകുന്നത് 17 തീരദേശ വില്ലേജുകളിലായി 61 കിലോമീറ്റർ നീളത്തിൽ. സംസ്ഥാനത്തെ മതവിഭാഗങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുവാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മൂവാറ്റുപുഴ സംഭവത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ഭംഗം വരുന്ന സംഭവങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒഴിവാക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു. ഒറ്റപ്പെട്ട ചില ദുരനുഭവങ്ങളിൽ പോലീസ് സേനയെ നെഗറ്റീവായി വിലയിരുത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി. KSRTCയുടെ പുതിയ പരിഷ്കാരം ചാലക്കുടി ഡിപ്പോയെ ആശ്രയിക്കുന്ന യാത്രക്കാരെ വലയ്ക്കുന്നു. ദീർഘദൂര ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന സർവീസിലെ മാറ്റമാണ് യാത്രക്കാർക്ക് ദുരിതമായത്. കിഴപ്പള്ളിക്കരയിൽ ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് യുവാക്കളെ വീട് കയറി ആക്രമിച്ചു. ഇരുമ്പോടി കൊണ്ട് അടിയേറ്റ യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ലഹരി ക്രിമിനൽ കേസുകൾ പ്രതിയായ കിഴപ്പള്ളിക്കര സ്വദേശി അനന്തുവിനെ എതിരെ പോലീസ് കേസെടുത്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.